ചൂണ്ടിക്കാണിച്ചു ഇത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾ കാണണമെന്നില്ല. 24/7 പോലും ഫുള്ളി എഡിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഈ പുറമേ കാണുന്നതല്ല കാണുന്നത്. 24/7 പോലും എഡിറ്റഡ് ആണ്. എപ്പിസോഡ് എന്ന് പറയുന്നത് അതിനെക്കാട്ടി എഡിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ആടിനെ പട്ടിയാക്കുന്നതും പട്ടീനെ ആടാക്കുന്നതും ഒരു ഷോയാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഡായിപ്പാണ്. പിന്നെ ഒന്നും ഇല്ലെന്നേ. ഇനി രതീഷ് നിന്നാൽ ബിഗ് ബോസ് നോക്കും ഇയാളെ ഇനി നിർത്തിയാൽ എന്താണ്, ഇതിൽ കൂടുതലൊന്നും ഇനി ഇയാൾക്ക് തരാൻ പറ്റില്ല. സോ തൽക്കാലം പൊക്കോട്ടെ എന്ന് ഒരുപക്ഷെ അവർ വിചാരിക്കാം. ഇല്ല, അതും ഓൾമോസ്റ്റ് പുള്ളി പോയി. അപ്പോൾ പിന്നെ ഓട്ടും കൂടെ കുറവായപ്പോൾ ബിഗ് ബോസിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഒരു ഗെയിം ചേഞ്ചിങ്ങും ആകുമെന്ന് ബിഗ് ബോസിന് മനസ്സിലായി. ആദ്യ ആഴ്ചയിൽ തന്നെ ഒരു സ്ട്രോങ് പ്ലെയർ പുറത്താവുമെന്ന് പറയുമ്പോൾ ഷോ കുറെ കൂടി ടൈറ്റ് ആവും. ഇനി ബിഗ് ബോസ് എന്തിനു പുറത്താക്കി, വേണമെങ്കിൽ ബിഗ് ബോസിന് ഈ ആഴ്ച ഭിക്ഷ വയ്ക്കാതിരിക്കാം. അതിന് വേറൊരു റീസൺ ഞാൻ കാണുന്നത്, ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ ഹൗസിലെ എല്ലാവരെയും ഇദ്ദേഹം വെറുപ്പിച്ചു. കംപ്ലീറ്റ് ആളുകളെയും വെറുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ അത്രത്തോളം കണ്ടന്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താണ് നെക്സ്റ്റ്, ഒരു ക്യൂരിയോസിറ്റി ഇല്ല. രതീഷിന്റെ മാക്സിമം ശബ്ദം വരെ പോയി അല്ലേ, രതീഷിന്റെ മാക്സിമം പുറത്തെടുത്തു. ഒരു ബിൽഡപ്പ് ഉണ്ടാക്കിയില്ല. അതായത് രതീഷിന് ഒരു ലവ് കോംബോ നടക്കില്ല. കാരണം പുള്ളി ഓൾറെഡി മാരീഡ് ആണ്, കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റ് വരാനുള്ള പോസിബിലിറ്റി എന്തായാലും ബിബിയുടെ മുന്നിലില്ല. പിന്നെ രതീഷിനുള്ളത് ഒരു മാസ്റ്റർ മൈൻഡ് ഗെയിമറാണ്. എല്ലായിടത്തും നിന്ന് എല്ലാവരും കൂടെ ചെയ്ത് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്ത് ഒരു ബ്രില്യൻ ഗെയിമറായിട്ട്, ടാസ്കുകളിലടക്കം ഒരു ബ്രില്യൻ ഗെയിമറായിട്ട്, അതുപോലെ തന്നെ സംവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പോയിന്റുകൾ പറഞ്ഞ് ഫൈറ്റ് ചെയ്തൊക്കെ നിന്ന്, പിന്നെ അങ്ങനെ ഒരു സ്ലോ മൂവിങ് ആയിരുന്നു രതീഷിന് വേണ്ടിയിരുന്നത്. ഫസ്റ്റ് ഡേയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിക്കോ, സെക്കൻഡ് ഡേ തൊട്ടൊന്ന് നമ്മൾ കാലുറപ്പിച്ച് നിന്ന് പതുക്കെ കയറി പോണായിരുന്നു. അതിന് രതീഷ് ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. കുറെ സാധനങ്ങളും കൊണ്ട് വന്നു. അതെല്ലാം ഒന്നിന് പറയും വന്നിട്ട് ഠപേ എന്ന് പറഞ്ഞ് രതീഷ് പൊട്ടിച്ചു. ആദ്യത്തെ ഒരാഴ്ച കണ്ടന്റിന്റെ പൂരമായിരുന്നു. പിന്നെ ഒന്നും ഇല്ലെന്നേ. ഇനി രതീഷ് നിന്നാൽ ബിഗ് ബോസ് നോക്കും ഇയാളെ ഇനി നിർത്തിയാൽ എന്താണ്, ഇതിൽ കൂടുതലൊന്നും ഇനി ഇയാൾക്ക് തരാൻ പറ്റില്ല. സോ തൽക്കാലം പൊക്കോട്ടെ എന്ന് ഒരുപക്ഷെ അവർ വിചാരിക്കാം. ഇനി രതീഷ് വന്നെങ്കിൽ ഒന്നുകൂടെ പുള്ളിയുടെ കളി കാണണമെന്നൊരു താല്പര്യം ഇപ്പോൾ ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ രതീഷിനെ എന്ത് ചെയ്യാം, മടക്കി കൊണ്ട് വന്നേക്കാം. അതും ഓൾമോസ്റ്റ് പുള്ളി പോയി. അപ്പൊ പിന്നെ ഓട്ടും കൂടെ കുറവായപ്പോൾ ബിഗ് ബോസിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഒരു ഗെയിം ചേഞ്ചിങ്ങും ആകുമെന്ന് ബിഗ് ബോസിന് മനസ്സിലായി. ആദ്യ ആഴ്ചയിൽ തന്നെ ഒരു സ്ട്രോങ് പ്ലെയർ പുറത്താവുമെന്ന് പറയുമ്പോൾ ഷോ കുറെ കൂടി ടൈറ്റ് ആവും. കണ്ടസ്റ്റൻസിനും അതൊരു വലിയ അടിയാണ്. അവശേഷിക്കുന്നവർക്ക് എല്ലാവരും കളിക്കളത്തിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ പണി പാളുമെന്ന് വിചാരിക്കും. മാത്രമല്ല ഫേക്ക് കണ്ടന്റുകൾ ഉണ്ടാകുന്നത് കുറയും, ജെന്യൂൻ കണ്ടന്റുകൾ ഉണ്ടാകും. അപ്പോൾ മാറ്റിപ്പിടിയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ രതീഷിനെ ബിബിക്ക് തിരിച്ച് കൊണ്ടുവരെയും ആകാം. അങ്ങനെ ഒരു പോസിബിലിറ്റി നിൽക്കുകയും ചെയ്യും.